ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബൈബിൾ സംബന്ധമായ അറിവുകൾക്കായി നമ്മുടെ ചാനൽ ദയവായി സന്ദർശിക്കുക. മാത്രമല്ല, സങ്കീർത്തനങ്ങളല്ലാതെ ബൈബിൾ സംബന്ധമായ മറ്റെന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു സങ്കീർത്തനവുമായിട്ടാണ്. നമ്മൾ പഠിക്കുവാൻ പോകുന്ന സങ്കീർത്തനം 27-ാമത്തെ സങ്കീർത്തനമാണ്. പ്രാർത്ഥനയോടെ നമ്മൾക്ക് സങ്കീർത്തനം 27 പഠിക്കാം. 27-ാം സങ്കീർത്തനം വളരെ പ്രാധാന്യമുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ ആകെ 14 വാക്യങ്ങളാണ് ഉള്ളത്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് നോക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ തന്നെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ദാവീദാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇരുളിൻ്റെ നടുവിൽ വെളിച്ചമായി വെളിപ്പെടുന്ന യഹോവയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിലൂടെ പ്രസ്താവിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ പശ്ചാത്തലം നോക്കാം. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നാം കാണുന്നത് 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിലാണ്. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ യുദ്ധഭൂമിയിൽ വെച്ച് യഹോവയ്ക്ക് ദാവീദ് പാടിയ പാട്ടാണ് ഈ സങ്കീർത്തനം. ഫെലിസ്ത്യരുമായിട്ട് ഇസ്രായേലിന് യുദ്ധമുണ്ടായി. ആ യുദ്ധഭൂമിയിൽ വെച്ച് ദാവീദ് തളർന്നുപോയി. ദാവീദ് തളർന്നപ്പോൾ ദാവീദിൻ്റെ പ്രാണനെടുക്കുവാൻ രാഫാ മക്കളിൽ ഒരുത്തനായ ഇഷ്ബി ബെനോബ് എന്ന മല്ലൻ അവനോടടുത്തു. അവൻ്റെ പ്രത്യേകത എന്തെന്നാൽ അവൻ പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനായിരുന്നു. അടുത്തത് 300 ശേക്കെൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനായിരുന്നു ഇഷ്ബി ബെനോബ്. അവൻ്റെ മുമ്പിലാണ് ദാവീദ് തളർന്നുപോയത്. പോർക്കളത്തിൻ്റെ നടുവിൽ തളർന്നുപോയ അഭിഷിക്തന് നേരെ പുതിയ വാളുമായി വരുന്ന മല്ലൻ, ഇതുവരെ ആർക്കു നേരെയും പ്രയോഗിക്കാത്ത പുതിയ വാൾ. പുതിയ വാൾ എന്ന് പറയുമ്പോൾ പണ്ടു പലരെയും വെട്ടി വായ്ത്തല മടങ്ങിയ വാളല്ല, മറിച്ച് അഭിഷിക്തന് നേരെ ശത്രു പുതിയ വാൾ എടുക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പോർക്കളമേടുകളിൽ മുന്നോട്ടൊരു ചുവട് പോലും വയ്ക്കുവാൻ കഴിവില്ലാതെ തളർന്നു നിൽക്കുന്ന നിന്റെ നേരെ നാളിതുവരെ ആർക്കിട്ടും പ്രയോഗിക്കാത്ത പുതിയ വാളുമായി നിന്നെ ഒടുക്കിക്കളയുവാൻ പാഞ്ഞെടുക്കുന്ന ശത്രുവിന് നേരെ ദൈവത്തിൻ്റെ സർവായുധവർഗം ഏന്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. പരാക്രമശാലിയായ ദാവീദ് ശത്രുവിൻ്റെ വാൾമുനയുടെ മുമ്പിൽ തളർന്നു നിൽക്കുന്നതായി നാം കാണുന്നു. എന്നാൽ സെരൂയയുടെ മകനായ അബിശായിയെ ദൈവം അവനു വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു. ആ യുദ്ധഭൂമിയിൽ വെച്ച് ദാവീദിൻ്റെ ഭൃത്യന്മാർ അവനോട് പറയുന്നു, നിനക്ക് ശക്തിയില്ല, നീ ഇനി യുദ്ധത്തിന് പോരരുത്. ശാരീരികമായി തളർന്ന ദാവീദിനെ മാനസികമായി തളർത്തുന്ന വാക്കാണത്. നീ ഇസ്രായേലിൻ്റെ ദീപമാണ്, വെളിച്ചമാണ്. ആ വെളിച്ചം അണഞ്ഞു പോകാതിരിപ്പാൻ നീ ഇനി യുദ്ധത്തിന് വരരുത് എന്ന് പറയുമ്പോൾ ആ യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ ആ വാക്കുകളെ അഭിഷിക്തൻ തിരുത്തുന്നു. ഒരു ദൈവ പൈതൽ മാനസികമായി തളർത്തുന്ന വാക്കുകളുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നവനല്ല, മറിച്ച് അതിൻ്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനത്രേ. ദാവീദിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇസ്രായേലിൻ്റെ വെളിച്ചം ഞാനല്ല, ഇസ്രായേലിൻ്റെ വെളിച്ചം സർവശക്തനായ ദൈവമാണെന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദാവീദിന് ദൈവത്തിങ്കലുള്ള വിശ്വാസം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദാവീദിന് ദൈവത്തോടുള്ള സ്നേഹവും അവനോടുള്ള കൂട്ടായ്മയും. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥന. 13, 14 വാക്യങ്ങൾ ദാവീദിനെ പ്രത്യാശയിൽ നിലനിർത്തുന്ന ദൈവശക്തി. ഈ സങ്കീർത്തനത്തിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നാം
കാണുന്നു. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദാവീദിന് ദൈവത്തിങ്കിലുള്ള വിശ്വാസത്തെക്കുറിച്ച് നാം കാണുന്നു. ഇതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇവിടെ യഹോവ എൻ്റെ വെളിച്ചമെന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ ശൂന്യതയുടെയും അസാധ്യതയുടെയും ഇരുളിൻ്റെ നടുവിൽ ദൈവം വെളിച്ചമായി പ്രകാശിക്കുന്നു. ഭക്തൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കുന്നവൻ ദൈവമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. 18-ാം സങ്കീർത്തനം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അങ്ങനെയെങ്കിൽ യഹോവ നിൻ്റെ വെളിച്ചമാണെങ്കിൽ നീ ഇരുളല്ല, നീ വെളിച്ചമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്: മുമ്പേ നാം ആരായിരുന്നു? ദൈവം നമ്മിൽ പ്രകാശിക്കാത്ത കാലത്ത് നാം ആരായിരുന്നു? എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. യേശു ക്രിസ്തുവും അത് തന്നെയാണ് പറഞ്ഞത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ദൈവമക്കൾ ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ ഇരുള് ആരാണ്? ഇരുള് ശത്രുവിനെ കാണിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഇരുളിനെ ഭയപ്പെടാത്തതിൻ്റെ കാരണം ദൈവം അവൻ്റെ വെളിച്ചമായി കൂടെ ഉള്ളതുകൊണ്ടാണ്. സങ്കീർത്തനം 23-ൽ നാം ഇങ്ങനെയാണ് കാണുന്നത്. ദാവീദ് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഇനി 27-ാം സങ്കീർത്തനത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നത്: എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദിന് യുദ്ധം നേരിട്ടാലും ദാവീദിന് ഭയമില്ലാതിരിക്കുന്നതിൻ്റെ കാരണം യുദ്ധം ദൈവത്തിനുള്ളത് ആയതുകൊണ്ടാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം 17-47 മുതലും അതുപോലെ പുറപ്പാട് പുസ്തകം 14-14 വാക്യങ്ങളിലുമെല്ലാം യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ യഹോവ തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് നാം കാണുന്നു. മാത്രമല്ല ദാവീദ് യഹോവയുടെ യുദ്ധങ്ങൾ ചെയ്തവനാണെന്നും വചനം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. ഇനി ഇതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ദാവീദിൻ്റെ ഹൃദയാഭിലാഷത്തെയാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദാവീദ് ഇവിടെ ഒരു കാര്യം അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിരവധി കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു. അവ എന്തൊക്കെയാണ്? ദാവീദ് പറയുകയാണ്, ഒന്നാമതായിട്ട് യഹോവയുടെ മനോഹരത്വം കാണണം. 2, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. 3, യഹോവയുടെ ആലയത്തിൽ പാർക്കണം. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ദാവീദ് യഹോവയുടെ ആലയത്തിൽ പാർക്കണം എന്നുള്ള ആഗ്രഹം പറയുന്നത്. സങ്കീർത്തനം 23-6 ദാവീദ് പറയുകയാണ്,
നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പോൾ ദാവീദ് യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കണമെന്ന് പറയുമ്പോൾ ദാവീദിന് പലപ്പോഴും കഴിയാതെ പോയിട്ടുള്ള ഒരു വസ്തുതയത്രേ അത്. കാരണം 63-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ ധ്യാനിക്കുന്നത് അതുല്ലാം ഗുഹയിലാണ്. അപ്പോഴും ദാവീദിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിൻ്റെ ആലയത്തിൽ യഹോവയെ ധ്യാനിക്കണമെന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ അവന് അതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 5-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ഞാനോ നിൻ്റെ കൃപയുടെ ബഹുത്വത്താൽ നിൻ്റെ ആലയത്തിലേക്ക് ചെന്ന് നിൻ്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഇവിടെ ദാവീദ് ആദ്യം പറയുന്നത് യഹോവയുടെ മനോഹരത്വം കാണണമെന്നാണ്. ഭക്തന്മാർക്കെല്ലാം ദൈവമഹത്വം കാണണം എന്നുള്ള അഭിലാഷമുണ്ടായിരുന്നതായി വചനം പഠിപ്പിക്കുന്നു. കോരഹ് പുത്രന്മാർ യഹോവയുടെ മഹത്വം കണ്ടു. അതുപോലെ മോശ പറയുന്നു, നിന്റെ തേജസ് എന്നെ കാണിക്കണം. ദൈവസഭയുടെ ഭാവി പ്രത്യാശയും അതാണ്. നാം അവനെ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലും അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലെല്ലാം നാം അത് കാണുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുമ്പോൾ അവൻ്റെ വിഷയങ്ങൾ ദൈവം ഏറ്റെടുക്കും. ദാവീദിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദാവീദിന് മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളാണ്. എന്നാൽ തനിക്ക് നേരിടുന്ന ശത്രുക്കളേക്കാൾ ഉപരിയായി, തൻ്റെ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി താൻ ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു. അതുകൊണ്ട് ദാവീദിന് ഒരു ഉറപ്പുണ്ട്, അനർത്ഥ ദിവസത്തിൽ ദൈവം ദാവീദിനെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും. മാത്രമല്ല, തൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെല്ലാം ദൈവം തൻ്റെ തലയെ ഉയർത്തുമെന്ന് ദാവീദിന് പൂർണ്ണ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് നേരെ വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ ദാവീദ് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുന്നത്. കാരണം തനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, തന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, തൻ്റെ ശത്രുക്കളുടെ മേൽ വിജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. ഇനി നമുക്ക് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്കുത്തരമരുളണമേ. എൻ്റെ മുഖം അന്വേഷിപ്പീനെന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളി. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയുമരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഇവിടെ ദാവീദിൻ്റെ പ്രാർത്ഥനയാണ് നാം കാണുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ ദൈവശബ്ദം കേൾക്കുന്നു. എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന ദൈവശബ്ദം അവൻ്റെ ഉള്ളിൽ മുഴങ്ങുന്നു. ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടിയാണ് ദൈവം പറയുന്നത് ഇവിടെ. അതായത് മുഖം അന്വേഷിപ്പീൻ എന്ന്. ദൈവമുഖത്തേക്ക് നോക്കിയാൽ നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി തിരുമുഖത്തുണ്ട്. 2 ദിനവൃത്താന്തം 7:14 നാം ഇങ്ങനെ കാണുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. ഇവിടെയും പ്രാർത്ഥനയുടെ മറുപടി ദൈവമുഖം അന്വേഷിക്കാനാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവം തൻ്റെ മുഖം മറയ്ക്കുന്നത് അവൻ്റെ കഷ്ടതയാണ്. അതുണ്ടാകരുതെന്നാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ നേരെ മുഖം തിരിച്ചു. അതിൽ ദാവീദ് ഭാരപ്പെടുന്നില്ല. പക്ഷേ
ദൈവത്തിൻ്റെ മുഖം മറയ്ക്കരുതെന്ന് അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം മാനുഷിക ബന്ധത്തേക്കാൾ കൂടുതൽ ദൈവവുമായുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ഇനി നമുക്ക് അവസാനത്തെ 2 വാക്യങ്ങൾ നോക്കാം. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിനെ നിലനിർത്തുന്ന ദൈവശക്തിയെക്കുറിച്ച് ദാവീദ് വർണ്ണിക്കുന്നു. 13-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പോൾ ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം യുദ്ധഭൂമിയാണ്. അവിടെ മരണം സംഭവിക്കാം. ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ ദാവീദ് തളർന്നു പോയി എന്ന് നമുക്ക് കാണാം. എന്നാൽ അതിൻ്റെ നടുവിൽ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന് പറയുമ്പോൾ ദാവീദ് മരണത്തേക്കാൾ അപ്പുറമായി തന്നെ ജീവനോടെ നിർത്തുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇനി അവസാന വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദാവീദ് തന്നോട് തന്നെ പറയുന്ന വാക്കുകളാണിത്. തന്നെത്താൻ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ സങ്കീർത്തനക്കാരനെ പോലെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ധൈര്യപ്പെട്ടിരിക്കാൻ ദൈവം നമ്മെയും പ്രാപ്തരാക്കട്ടെ. ഈ സങ്കീർത്തനം ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ശത്രുക്കളുടെയും മധ്യത്തിൽ തന്നെ നിർത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ നന്മ കാണുമെന്ന് വിശ്വസിക്കുവാൻ ഏവരെയും ദൈവം സഹായിക്കട്ടെ. അടുത്ത സങ്കീർത്തനവുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവരെയും ദൈവം സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.